വയർ ചാടുന്നതും തടി കൂടുന്നതും സൗന്ദര്യ പ്രശ്നത്തേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നം തന്നെയാണ്. വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനെ പൊതുവെ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത്. ഇത് ആരോഗ്യപരമായി വലിയ അപകടം തന്നെയാണ്. തടി കൂടാനും വയറു ചാടാനും എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ പോകാൻ അത്ര എളുപ്പവുമല്ല. വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ സാധ്യമല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ചില കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ വയർ കുറയ്ക്കാനും തടി കുറയ്ക്കാനുമൊക്കെ എളുപ്പം സാധിക്കും. വയറിലെ കൊഴുപ്പ് നീക്കാൻ സഹായിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വണ്ണവും വയറുമൊക്കെ കുറയ്ക്കാൻ സാധിക്കും. 1. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. വയർ കുറയ്ക്കുന്നതിനായി ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പലതരത്തിലുള്ള പച്ചക്കറികളും ഇലക്കറികളും സൂപ്പുകൾ, സാലഡുകൾ, മുഴുവനായ ധാന്യങ്ങൾ എന്നിവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റാഗി, ഓട്സ്, ചോളം തുടങ്ങിയ മില്ലറ്റുകളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 2. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവശ്യ പോഷകമാണ് പ്രോട്ടീൻ. ശരീരത്തിൽ പ്രോട്ടീൻ അളവ് വർദ്ധിക്കുമ്പോൾ അത് മെറ്റബോളിസത്തെ ഉത്തേജിപ്പിക്കും. അതായത് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ സമയമെടുക്കുകയും അങ്ങനെ വിശപ്പ് കുറയ്ക്കുകയും കൂടുതൽ കലോറി എരിയിച്ച് കളയുന്നതിന് പ്രോട്ടീൻ സഹായിക്കുകയും ചെയ്യും. അതിനാൽ പനീർ, ചിക്കൻ, യോഗട്ട്, എഗ്ഗ് ഇവയെല്ലാം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 3. വെള്ളം. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് മൂലം ശരീരത്തിലുള്ള വിഷാംശവും അനാവശ്യ കൊഴുപ്പുമെല്ലാം നീക്കം ചെയ്യാൻ സഹായിക്കും. കൂടാതെ വിശപ്പ് കുറയ്ക്കാനും അമിത ഭക്ഷണം കഴിക്കുന്നത് തടയാനും ഇത് സഹായിക്കും. ഇതുമാത്രമല്ല, ചർമ്മത്തിനും ഏറ്റവും നല്ലതാണ് വെള്ളം കുടിക്കുന്നത്. ചർമ്മം നല്ല ക്ലിയർ ആയിരിക്കാനും തിളക്കമുള്ളതാക്കുവാനും ഇത് സഹായിക്കും. കിഡ്നിയുടെ നല്ല ആരോഗ്യത്തിനും ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങൾ കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുമൊക്കെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ ജ്യൂസ് തയ്യാറാക്കി കുടിക്കാം, മധുരമില്ലാത്ത ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാം, ഗ്രീൻ ടീ എന്നിവയുമൊക്കെ കുടിക്കാവുന്നതാണ്. ഇതെല്ലാം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ പാനീയങ്ങളാണ്. 4. മധുരവും ഉപ്പും. മധുരം ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഒപ്പം ഉപ്പും ധാരാളമുള്ള ഭക്ഷ്യവസ്തുക്കളും കഴിക്കുന്നത് കുറയ്ക്കുക. മധുരമടങ്ങിയ സകല ബേക്കറി പലഹാരങ്ങളും മധുരമടങ്ങിയ ജ്യൂസുകളുമെല്ലാം കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. മധുരം കഴിക്കുന്നത് വഴി രക്തത്തിലെ ഷുഗർ കൂടുന്നതിനും വയറ് ചാടുന്നതിനും ഇടയാക്കും. അതിനാൽ മധുരം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉപ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഉപ്പ് ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കും. ഇത് തടി കൂടാനുള്ള ഒരു കാരണമാണ്. കൂടാതെ സോഡിയം വയർ ചാടുന്നതിനും ബ്ലഡ് പ്രഷർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉപ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഒഴിവാക്കേണ്ടതാണ്. 5. മദ്യം. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മദ്യം ഒഴിവാക്കുക തന്നെ വേണം. ആരോഗ്യത്തിന് മാത്രമല്ല, വയർ ചാടുന്നതിനും മദ്യം ഒരു കാരണമാണ്. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അമിത കലോറിയാണ് വയർ ചാടാൻ ഇടയാക്കുന്നത്. പ്രത്യേകിച്ച് ബിയർ പോലുള്ള മദ്യം വയർ ചാടുന്നതിനിടയാക്കും. കൂടാതെ മദ്യം കഴിക്കുന്നത് മൂലം ശരീരത്തിലെ ഉപാചയ പ്രക്രിയയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും മദ്യം ഒഴിവാക്കുക. 6. സ്ട്രെസ്. തടി കൂടാനും വയർ ചാടാനുമുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ട്രെസ്. ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഹോർമോൺ വർദ്ധിപ്പിച്ച് വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാക്കും. അതിനാൽ സ്ട്രെസ് വരുത്തുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വയറും വണ്ണവുമൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്